എന്താ കാവേരിച്ചി ഇങ്ങനെ നോക്കുന്നേ? ആദ്യമായിട്ട് കാണുന്ന പോലെ. സിസിലി ആരാ? കൂട്ടുകാരനാ? അല്ലല്ല, കൂട്ടുകാരി. സിസിലി എന്ന പേരുള്ള കൂട്ടുകാരനുണ്ടാവോ? എന്നാ പറ, നീ ഇപ്പൊ സംസാരിച്ച കൂട്ടുകാരന്റെ പേരെന്താ? അയ്യോ, ഈ ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അയ്യോ സുജിതേച്ചി, നീ എന്താടി വന്നിട്ട് ഒന്നും കഴിക്കാതെ ഈ ഫോണുമായിട്ട് നടക്കുന്നേ? നിനക്കോ എന്നെ കാണാൻ തോന്നിയില്ല. ഞാൻ അന്വേഷിച്ചപ്പോ നീ ഫോണിൽ സംസാരിക്കുകയാണെന്ന് പറഞ്ഞു. അത് ഞാൻ ഫ്രണ്ട്സിനോട് ഇവിടെ എത്തിയെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. ഇനി ഒരാഴ്ച ഇവിടെ ഉണ്ടല്ലോ, അത് കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചാലും പോരെ? അയ്യോ, ആകെ 2 ദിവസത്തെ ലീവേ ഉള്ളൂ. മൺഡേ ക്ലാസ് ഉണ്ട്. പിന്നെ നീ എന്തിനാ ഇത്ര ബുദ്ധിമുട്ടി ഇങ്ങോട്ട് പോകുന്നത്? അത് അച്ഛനമ്മയും കാണാൻ. എത്ര നാളായി ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്നു. ഓ, അപ്പൊ ഞങ്ങളെ ഒന്നും നിനക്ക് കാണണ്ടല്ലേ? പിന്നെ എന്റെ സുജിതേച്ചിയും എന്റെ കാവേരേച്ചിയും ഒക്കെ കാണണം. താടി ഇച്ചിരി കൂടിയിട്ടുണ്ടെങ്കില് സുജിതേച്ചി ഭയങ്കര ഗ്ലാമർ ആയിട്ടുണ്ട്. പൊടി എവിടുന്ന്? അല്ല, ഇവക്കിതെന്താ പറ്റിയേ? എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്കും തോന്നിയിട്ടുണ്ട്. ഇനി വല്ല ലവ് ട്രാക്കിലും വീണോ? ഏയ്, അവൾ അച്ഛന്റെ ഇള്ളാപ്പിള്ളയല്ലേ, അക്കാര്യത്തിൽ അവളെ വിശ്വസിക്കാം. എന്നാലും ഒരു കണ്ണുള്ളത് നല്ലതാ. ദാമേ, 2 പേരുടെ പേരിൽ ഓരോ അർച്ചന കഴിച്ചേരെ. ഇതിനാണോ നീ പുറകേന്ന് വിളിച്ചത്? അതൊക്കെ ഞാൻ സമയാസമയത്ത് ചെയ്യുന്നുണ്ട്. അമ്മ കാശ് എടുക്കാതെ ഇറങ്ങിയതുകൊണ്ടല്ലേ ഞാൻ നിൽക്കാൻ പറഞ്ഞത്. ഒറ്റയ്ക്ക് പൊയ്ക്കോളില്ലേ? പിന്നെ ഈ പ്രായത്തിൽ ഇനി എന്നെ ആരും പിടിച്ചോണ്ടൊന്നും പോകത്തില്ല. അല്ല, നീ എന്താ പെട്ടെന്ന് പോന്നോ? എടി, നിനക്കും കൂടി അച്ഛമ്മയുടെ കൂടെ അമ്പലത്തിൽ പോകായിരുന്നില്ലേ? ഇന്ന് വിശേഷാൽ പൂജയുള്ള ദിവസാ. എനിക്കൊരു പൂജ കഴിക്കേണ്ടി വരും. ശത്രു സംഹാര പൂജ. അവള് ഭസ്മമായി പോയാലും വേണ്ടില്ല. ആരുമായിട്ടാ നീ വഴക്കിട്ട് വന്നിരിക്കുന്നേ? ഞാൻ ആരോടും വഴക്കിട്ടിട്ടില്ല. പക്ഷെ ഇങ്ങനെ പോയാൽ 2-1 നടക്കും. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? കൊച്ചച്ഛനെങ്ങാനും നിന്നെ വഴക്ക് പറഞ്ഞോ? എന്നെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നെ ചതിച്ചാ ആരായാലും വെട്ടിക്കൊല്ലും ഞാൻ. ദിവ്യ, അല്ല, ഇനി ഇവള് സത്യം എങ്ങാനും കണ്ടോ? എന്താ ഈ പെണ്ണിന്? ഈശ്വര, ഞാനിങ്ങ് വന്നതല്ലേ ഉള്ളൂ. നീ വിഷമിക്കാതിരിക്ക. മറ്റന്നാൾ കാണാലോ. പിന്നെ എന്തിനാ ടെൻഷൻ? അയ്യോ, ഏട്ടൻ വരുന്നു. ഞാൻ പിന്നെ വിളിക്കാം. ബൈ. അയ്യോ മാഷേ, എന്താണ്? നമ്മളിന്നൊരു മൈൻഡില്ലല്ലോ. അതിന് നിന്നെ ഒന്ന് നേരെ ചൊവ്വേ കാണാൻ കിട്ടണ്ടേ? പറയേ, എങ്ങനെ പോകുന്നു നിന്റെ പഠനമല്ല? പഠനമൊക്കെ പഴയതുപോലെ തന്നെ പോവുക. സുധിയേട്ടന്റെ റെക്കോർഡ് ഞാൻ തകർക്കും, നോക്കിക്കും. അത് മതി. നന്നായിട്ടൊക്കെ പഠിച്ചാ നിന്നെ ഏതെങ്കിലും നല്ല കുടുംബത്തിൽ കെട്ടിച്ചുവിടും. അതല്ലെങ്കിൽ സ്ത്രീധനം മാത്രം നോക്കി വരുന്ന ഏതെങ്കിലും കോന്തനാവും നിന്നെ കെട്ടുന്നത്. ഏയ്, അതിന്റെ ആവശ്യമൊന്നും വരില്ലെന്നേ. ആ പിന്നെ എന്ത് പറയുന്ന എന്റെ ഭാവി നാത്തു? അയ്യോ, സമയം പോയി. ഞാൻ പോണം. അയ്യോ, നിക്ക് പോവല്ലേ. എവിടെ പോവാ? ദിവ്യേച്ചി വിളിച്ചോ? അതെങ്ങനെ നിനക്ക് മനസ്സിലായി? അതൊക്കെ ഇപ്പൊ എനിക്ക് മനസ്സിലാവും. സ്നേഹിക്കുന്നവരെ കാണാൻ തോന്നുമ്പോ പറന്നങ്ങ് എത്തണം. തിരിച്ചു വന്നിട്ട് തരാം ഞാൻ നിനക്ക്. ഹലോ. എന്റെ ഏട്ടനാ, പാവാ. കല്യാണം നിശ്ചയിച്ചിരിക്കുക. കറങ്ങാൻ പോവാനോ? നല്ല കാര്യായി. പഠിക്കാനാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടെ ടൂറിന് പോയി എന്റെ അച്ഛൻ കൊല്ലും. പാവൊക്കെ തന്നെയാ. പക്ഷേ അച്ഛൻ ഇഷ്ടമല്ലാത്ത കണ്ട പിന്നെ മുന്നും പിന്നും നോക്കത്തില്ല. ആരാ ഫോണില്? എന്റെ ഒരു ഫ്രണ്ടാ അമ്മേ. കൊറേ നേരമായില്ലോ സംസാരിക്കാൻ തുടങ്ങിയിട്ട്. അതമ്മേ, ഞാൻ ഹോസ്റ്റലിൽ നിന്ന് മാറി നിന്നപ്പോ എല്ലാവർക്കും ഭയങ്കര വിഷമോ. ഓ സിസ്ലിയും ഇനിയാണെങ്കിൽ വിളിയോട് വിളി. നീ അവളോട് പിന്നെ വിളിക്കാൻ പറ. ആകെപ്പാടെ കാണാൻ കിട്ടുന്നത് കുറച്ച് സമയ.
ആ സമയം കൂടി കോളേജിലുള്ളവരോട് സംസാരിച്ചോണ്ടിരുന്ന എങ്ങനെയാ? നീ വന്നേ, കഴിക്കാൻ എടുത്തു വെക്കാം. ഞാൻ വരാം. അമ്മ ചെല്ല്. സീതെ, നീ ഫോണിൽ നിന്ന് ഞാൻ പറയാം നിന്റെ ഫ്രണ്ടിനോട്. വിടാനല്ലേ? ഹലോ ഹലോ ഹലോ, കട്ട് ചെയ്ത് കളഞ്ഞല്ലോ. അമ്മ വഴക്ക് പറയുന്ന കേട്ടിട്ടായിരിക്കും. അതിന് ഞാൻ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ. കഷ്ടമുണ്ടോ അമ്മ? അതെ, നീ കുറച്ച് കഴിഞ്ഞ് അവളോട് വിളിക്കാൻ പറ കേട്ടോ. നീ അവിടേക്ക് തന്നെയല്ലേ ചെല്ലുന്നത്? നിന്നെ ഞങ്ങൾക്ക് കുറച്ച് സമയം കൂടിയല്ലേ ഇവിടെ കിട്ടുള്ളൂ. എല്ലാരും കൂടെ എന്നെ സ്നേഹിച്ചങ്ങ് കൊല്ലും. എത്ര ദിവസമായിട്ട് നിന്നെ ഒന്ന് കണ്ടിട്ട്, അതുകൊണ്ടല്ലേ മോളെ. നീ വാ. ഹലോ, അത് പിന്നെ നിന്നെ ഞാൻ രാത്രി വിളിക്കാവേ. ഓക്കെ, ശരി, ബൈ. വീടിക്ക് നീ വന്നേ, വാ. നിനക്ക് എന്താ പറ്റിയത്? എനിക്കിനി എന്തു പറ്റാനാ? പറ്റേണ്ടത് മുഴുവൻ പറ്റിക്കഴിഞ്ഞു. എന്താ ദിവ്യ? സത്യ, അവളാ എന്റെ പ്രശ്നം. ഇപ്പൊ അവൾ എന്റെ ശത്രുവാ. നീ എന്താടി പറയുന്നത്? നിനക്ക് വേണ്ടിയല്ലേ സത്യ ജീവിക്കുന്നതന്നെ? തുടങ്ങി. നീയും അച്ഛമ്മയെ പോലെ പറയാതെ. വീട്ടിലായാലും പുറത്തായാലും അവള് കാരണം എനിക്കൊരു സ്വസ്ഥതയില്ല. ഇപ്പോഴെന്താ ഉണ്ടായത്? സത്യയെ പോലൊരു പെണ്ണ് എന്റെ അനിയത്തിയായിട്ട് ഉണ്ടെന്നറിഞ്ഞ ഞാനും സുധിയും തമ്മിലുള്ള വിവാഹം മുടങ്ങുമെന്ന് കരുതി. അങ്ങനെ ഒരുത്തി എന്റെ വീട്ടിലുള്ള കാര്യം സുധിയെയും വീട്ടുകാരെയും ഇതുവരെ ഞങ്ങൾ അറിയിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പൊ അവരൊന്നിച്ച് ബൈക്കിൽ പോകുന്നു, റെസ്റ്റോറന്റിൽ പോകുന്നു, കാറിൽ കറങ്ങി നടക്കുന്നു. സുധിയുടെ സ്വപ്ന സുന്ദരിയല്ലേ നീ? അവൻ നിന്നെ മാത്രമേ സ്നേഹിക്കുന്നുള്ളെന്ന് നിന്നോട് പറഞ്ഞതല്ലേ? പിന്നെന്തിനു പേടിക്കണം? സുധിയല്ല എനിക്ക് പേടി, സത്യയാ. അവളെ സുധിയെ ഇഷ്ടപ്പെടുന്നുണ്ട്, അതെനിക്ക് ഉറപ്പാ. എടി, അങ്ങനെ ഒരു സംശയം നിനക്കുണ്ടെങ്കിൽ അത് സത്യയോട് ചോദിക്കേ. വേണ്ട, ഞാൻ കെട്ടാൻ പോകുന്ന ആള് അവളെ സ്നേഹിക്കുന്ന സുധിയാണെന്ന് അറിഞ്ഞ അവള് പിന്നെ അടങ്ങിയിരിക്കില്ല. ഒരു കാലത്ത് സുധി എനിക്ക് കിട്ടാത്ത വിധം അവൾ അവനെ സ്വന്തമാക്കിയിരിക്കും. അങ്ങനെ ചെയ്യാൻ അവള് ദിവ്യയല്ല, സത്യ. എടി, നിനക്കിനി നിന്റെ അനിയത്തിയെ മനസ്സിലായിട്ടില്ല. സുധിയാണ് നീ കെട്ടാൻ പോകുന്നെന്ന് അറിഞ്ഞാൽ സത്യ പിന്നെ ആ വഴിക്ക് വരില്ല. പിന്നെ അവളുടെ മനസ്സിൽ സുധി എന്നൊരു ഫ്രണ്ടോ വ്യക്തിയോ ഉണ്ടാവില്ല. അത്രയ്ക്കിഷ്ടം അവൾക്ക് നിന്നെ. അക്കാര്യം നിനക്കും അറിയാവുന്നല്ലേ? പക്ഷേ മഞ്ജു, എന്താടി? ഞാനും സുധിയും തമ്മിലുള്ള ജാതക പൊരുത്തം നോക്കാനായി സുധിയുടെ വീട്ടുകാര് ജാതകം ചോദിച്ചപ്പോ ഞാൻ എന്റെ തലക്കുറിക്ക് പകരം സത്യയുടേത് അവർക്ക് കൊടുത്തിരുന്നത്. ആ ജാതകങ്ങൾ തമ്മിൽ 10-10 പൊരുത്തമെന്ന അവിടുത്തെ വലിയ തിരുമേനി വരെ പറഞ്ഞത്. ഈശ്വരകോപം കൊണ്ട് മറിച്ചെന്തെങ്കിലും സംഭവിക്കാനാ വിധിയെങ്കിൽ? ജാതകം മാറ്റിക്കൊടുത്ത കാര്യം നിനക്ക് മാത്രല്ല അറിയൂ. ആ അതെ, സുധിയുമായാണ് നിന്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന കാര്യം സത്യക്ക് അറിയില്ലല്ലോ? ഇല്ല. ആ സ്ഥിതിക്ക് സത്യയെ വിളിച്ച് നീ എല്ലാം തുറന്നു പറയുന്നതാ ബുദ്ധി. അല്ല, അത് നീ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണ് സുധി എന്നറിഞ്ഞ സത്യ അതോടെ അവനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കും. അത് പ്രണയമായാലും ഫ്രണ്ട്ഷിപ്പ് ആയാലും. സംശയിച്ചോണ്ട് നിൽക്കാതെ അവളെ വിളിച്ചിങ്ങോട്ട് വരാൻ പറ. ഇപ്പോഴോ? എപ്പോഴായാലും നീ വിളിച്ച ആ നിമിഷം സത്യം എത്തിയിരിക്കും. എടാ കൊടക്കമ്പി, നീ ഇതുവരെ തുടച്ചു കഴിഞ്ഞില്ലേ? ഇപ്പൊ കഴിയും. സത്യയുടെ ഫോൺ അടിക്കുന്നു. ഇങ്ങ എടുത്തടയ്ക്കൂ. എന്താണ് ചേച്ചി? നീ എവിടെയാ? ഞാൻ വർക്ക്ഷോപ്പിലുണ്ട്. തിരക്കിലാണോ? എന്താടി? എനിക്ക് നിന്നെ ഒന്ന് കാണണമായിരുന്നു. അതിനെന്താടി?
നീ എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി, ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ ഫ്രണ്ട്സ് റെസ്റ്റോറൻറ്റിലുണ്ട്, പെട്ടെന്ന് വരണം. ഞാനിപ്പോ വരാം. ആ ഓക്കെ. കുരുവി, ആ നീയേ അതൊന്ന് തീർത്തേക്കെ. എന്താ സത്യ? ചേച്ചി വിളിച്ചേ, അവക്ക് എന്നെ കാണണമെന്ന്. അതിന് സന്തോഷിക്കണ്ട, സത്യ കൊണ്ട് അവൾക്ക് എന്തെങ്കിലും ആവശ്യം കാണും. എന്താവശ്യമാണെങ്കിലും ഈ അനിയത്തി നടത്തി കൊടുക്കണ്ടേ? മോൻ ചെന്ന് പറഞ്ഞ ജോലി തീർക്ക്, നാളെ കൊടുക്കണ്ടേ. സത്യ വന്നു. സത്യ, ആ എന്താടി ചേച്ചി? ഹലോ. ആ മഞ്ജു ഉണ്ടായിരുന്നോ? എന്തു പറയുന്നു? സുഖായിരിക്കുന്നോ? എന്നാ പിന്നെ ചേച്ചി അനിയത്തിയെ സംസാരിക്കേ. ഞാൻ ഇറങ്ങട്ടെ ദിവ്യ. ശരി സത്യ. എന്താടി ചേച്ചി വരാൻ പറഞ്ഞേ? എന്നോട് മോള് ക്ഷമിക്കണം. ക്ഷമിക്കാനോ? എന്തിനു? അന്ന് MLA വന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോ ഞാൻ ശരിക്കും പേടിച്ചുപോയി. അതുകൊണ്ട് ചേച്ചിക്ക് അന്ന് നിന്നോട് അങ്ങനെയൊക്കെ പെരുമാറേണ്ടി വന്നത്. അതൊന്നും കാര്യാക്കണ്ട, ഞാനതെല്ലാം അപ്പോഴേ മറന്നു. അല്ല, ഇതിപ്പോ ക്ഷമ പറയാനാണോ എന്നെ വിളിച്ചു വരുത്തിയേ? അല്ലടി, അത് പിന്നെ നിന്നെ ഞാൻ പുറത്തു വെച്ച് കണ്ടിരുന്നു. എപ്പോ? എന്നിട്ടെന്താ നീ എന്നെ വിളിക്കാതിരുന്നേ? വിളിക്കാൻ പറ്റിയൊരു സിറ്റുവേഷനിലായിരുന്നില്ലപ്പോ. നിന്റെ കൂടെ ഒരാളുകൂടി ഉണ്ടായിരുന്നു. ആരാടി? വർക്ക്ഷോപ്പിൽ ആരെങ്കിലും ആയിരുന്നോ? ആര്? ഇക്രു നെത്തോലിയൊക്കെയോ? അവരൊന്നും ആയിരുന്നില്ല. നീ അയാളെ വിക്രമനെന്നോ മറ്റോ അല്ലേ വിളിക്കുന്നത്? ആ, ബൈക്കിലുള്ള നിങ്ങളുടെ പോക്കിന്റെ സ്റ്റൈല് കണ്ടാലറിയാം നിനക്ക് അത്ര വേണ്ടപ്പെട്ട ആരോ ആണെന്ന്. ആരാ സത്യ അത്? എന്റെ ഒരു ഫ്രണ്ടാ. ഫ്രണ്ട് എന്ന് വെച്ചാ ബോയ് ഫ്രണ്ട് ആണോ? അത് നീ സ്നേഹിക്കുന്ന ആളാണതെന്ന് അറിഞ്ഞാൽ എനിക്ക് അതിനേക്കാൾ സന്തോഷം വേറെയില്ല. പറ സത്യ, നീ ആരെയോ പ്രണയിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? അയാളാണോ അത്? അത് പിന്നെ പ്രണയോന്ന് പറയാൻ അത് ചുമ്മാ ഞാൻ കണ്ടതല്ലേ, ബൈക്കില് രണ്ടുപേരും പോകുന്നത്. പ്രണയവും ഫ്രണ്ട്ഷിപ്പും കണ്ടാ നിന്റെ ചേച്ചിക്ക് മനസ്സിലാവും. ഞാൻ അവനെയല്ല, അവൻ എന്നെയാ സ്നേഹിക്കുന്നത്. നിന്നെ ഇഷ്ടമാണെന്നും നിന്നെ തന്നെ വിവാഹം കഴിക്കാന്നും അവൻ പറഞ്ഞോ? ഇല്ല. പിന്നെ? എനിക്കറിയാം അവൻ എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. അവൻ പറയാതെ നിനക്ക് എങ്ങനെ അറിയാം? അത് ഓരോരോ കാരണങ്ങളുണ്ടാക്കി അവൻ വർക്ക്ഷോപ്പിലേക്ക് വരുന്നത് അതെന്നെ കാണാനാ. നിനക്ക് ചോദിക്കാൻ പാടില്ലായിരുന്നോ?
എന്തിനാ നിന്നെ കാണാൻ വരുന്നത്? നിന്നെ ഇഷ്ടമാണോന്ന്? അത് സത്യ, നിനക്ക് അവനെ ഇഷ്ടമാണോ? അത് നിനക്ക് അയാളെ ഇഷ്ടമാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നിന്റെ ചേച്ചിയായിരിക്കും. നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തി തരും. പക്ഷേ എന്താടി? അവൻ ഇതുവരെ അവന്റെ ഇഷ്ടം നിന്നോട് പറയാത്ത സ്ഥിതിക്ക് നിന്റെ ഇഷ്ടം നീയും പറയരുത്. അല്ല, അത് പെണ്ണ് കയറി ആണിനോട് ഇഷ്ടം പറയുന്നത് നമുക്ക് കുറച്ചില്ല. അവന് നിന്നെ ഇഷ്ടമാണെങ്കിൽ അവനത് തുറന്നു പറയട്ടെ. അതല്ലേ ആണത്തം. ചേച്ചി, നിങ്ങള് തമ്മിലുള്ള വിവാഹം ഈ ചേച്ചി നടത്തി തരുമെന്ന് പറഞ്ഞില്ലേ? അതിനാദ്യം എന്റെ വിവാഹം കഴിയട്ടെ. അതുവരെ അവനെ ഇഷ്ടമാണെന്ന് നീ അവനോട് പറയരുത്. എന്റെ വിവാഹം കഴിഞ്ഞാൽ ഉടൻ നിങ്ങളുടെ വിവാഹം. അത് ഈ ചേച്ചി ഭംഗിയായി നടത്തി തരും. ഇത്രയും കാലം എനിക്ക് വേണ്ടി നീ നിന്റെ ജീവിതം പോലും മാറ്റിവെച്ചു. എന്നെ പഠിപ്പിച്ചു. എനിക്ക് വേണ്ടുന്നതെല്ലാം വാങ്ങിച്ചു തന്നു. അച്ഛനില്ലാത്ത വിഷമം എന്നെയോ വീട്ടുകാരെയോ നീ അറിയിച്ചിട്ടില്ല. അതിനുള്ള പ്രതിഫലമായി നീ ഇഷ്ടപ്പെടുന്ന പയ്യനെ നിനക്ക് ഈ ചേച്ചി വിവാഹം കഴിപ്പിച്ചു തരും. അതിനെന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും എനിക്കത് പ്രശ്നമല്ല. എടി, നീ എനിക്കൊരു വാക്ക് തരണം. എന്റെ വിവാഹം കഴിയുന്നത് വരെ നീ അവനോട് നിന്റെ പ്രണയം പറയില്ലെന്ന്. ചേച്ചിക്ക് സത്യം ചെയ്തതാ. മരിച്ചുപോയ നമ്മുടെ അച്ഛനെ പിടിച്ച് ചേച്ചിക്ക് വാക്കുതാ. നിനക്ക് ഫുഡ് ഓർഡർ ചെയ്യട്ടെ? ഏയ്, എനിക്കൊന്നും വേണ്ട. എന്നാ ഞാൻ പൊയ്ക്കോട്ടെ. നിന്നെ കെട്ടാൻ പോകുന്നത് സുധിയെന്ന് പറയാൻ വേണ്ടിയല്ലേ സത്യ വിളിച്ചു വരുത്തിയത്? എന്നിട്ട് എന്തിനാ ഇങ്ങനെ മാറ്റി പറഞ്ഞ് സത്യം ചെയ്യിച്ചത്? അത് പറഞ്ഞ സത്യ ഇങ്ങനെ ഒരു പ്രോമിസ് എനിക്ക് തരില്ലായിരുന്നു.
വേണ്ടി എന്തോള് വേണ്ട നോക്കും. ആ നിനക്ക് അറിയാഞ്ഞിട്ടാ. എന്തും വേണ്ടെന്ന് വെക്കും. പക്ഷെ താൻ സ്നേഹിക്കുന്നവരെ ആരും ആർക്ക് വേണ്ടിയും വേണ്ടെന്ന് വെക്കില്ല. സത്യ അങ്ങനെ ചെയ്യില്ല. ചെയ്യും. സത്യ എന്നല്ല, ഈ കാര്യത്തിൽ പെണ്ണുങ്ങളെല്ലാം ഒരുപോലെയാ. സ്നേഹിക്കുന്ന പുരുഷന് വേണ്ടി സ്വന്തം അച്ഛനെ വേണ്ടെന്ന് വെക്കും, അമ്മയും കൂടപ്പിറപ്പുകളെയും വേണ്ടെന്ന് വെക്കും, ഭർത്താവിനെയും മക്കളെയും വരെ. ഞാൻ സുധിയുടെ സ്വന്തം ആവുന്നത് വരെ സത്യ അവളുടെ പ്രണയം സുധിയിൽ നിന്ന് മറച്ചു വെക്കും. എനിക്കത് മതി. നീ നേരത്തെ പറഞ്ഞ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ സത്യപ്പെടുത്തണ്ട. അവൾക്ക് അവളെക്കാൾ സ്നേഹം നിന്നോടാ. പൊരുത്തം നോക്കി വിവാഹം തീരുമാനിച്ച ജാതകം എന്റേതല്ലെന്ന് ആരും തിരിച്ചറിയത്തോടത്തോളം കാലം സുധി ദിവ്യയുടേതാ. തിരിച്ചറിഞ്ഞാൽ സുധിയുടെ ഭാര്യ സത്യയായിരിക്കും.